ആദരണീയയായ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടകയും പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജബീന ഇർഷാദ് അവറുകളെ, ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് നഈം ഗഫൂർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി AK അബ്ദുൽ ബാസിത്ത്, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് സഫീർ ഷാ സാഹിബ് ഉൾപ്പെടെയുള്ള ഫ്രട്ടേണിറ്റിയുടെയും പാർട്ടിയുടെയും പ്രഗത്ഭരായ നേതാക്കളെ, സർവോപരി ഈ പ്രക്ഷോഭ സംഗമത്തിന് എത്തിച്ചേർന്നിട്ടുള്ള സ്നേഹനിധികളായ സമരസഖാക്കളെ, നാട്ടിലെ സാധാരണക്കാരൻ്റെ ജനാധിപത്യപരമായ സമരം ചെയ്യാനുള്ള അവകാശങ്ങളെക്കുറിച്ച് ഭരണഘടന നൽകുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് ധാരണയില്ല എങ്കിൽ പോലും ഈ നാട്ടിലെ നിയമപാലനത്തിന് കാവൽ നിൽക്കുന്ന പ്രിയങ്കരനായ പോലീസുകാരെ, ഈ സമരത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് നേരത്തെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചു. ഇന്നത്തെ ദിവസം ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സമരം സംഘടിപ്പിക്കേണ്ടി വന്നത് മലബാറിനോടും വിശിഷ്യ മലപ്പുറത്തോടും ഭരണകൂടങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനത്തിന് രൂപം കൊടുത്തത് മുതൽ തിരുവിതാംകൂറിൽ നിന്നും തിരുകൊച്ചിയിൽ നിന്നും വ്യത്യസ്തമായി മലപ്പുറവും മലബാറും ഭീകരമായ വിവേചനങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണമെന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ പിന്മടക്കമില്ലാത്ത പോരാട്ടം ഈ രാജ്യത്തിന്റെ വിമോചനത്തിന് വേണ്ടി നടത്തി എന്നുള്ളതിന്റെ പേരിൽ ഒരു ജനത അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള അവഗണനയുടെയും അതുപോലെ തന്നെ ഭരണകൂടത്തിന്റെ വിവേചനങ്ങളുടെയും ഫലമായി കൊണ്ടാണ് ഈ ജനത പിന്നോക്കം പോയിട്ടുള്ളത്. 1947 ശേഷം ഏതെങ്കിലും ഒരു പ്രദേശത്തെ, ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരു ജനവിഭാഗത്തെ ഈ രാജ്യത്ത് പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരാൻ ഈ രാജ്യം ഭരിച്ച, സംസ്ഥാനം ഭരിച്ച ഭരണാധികാരികൾക്ക് ഉത്തരവാദിത്തമുണ്ടായിരുന്നുവെങ്കിൽ അത് മലബാറിനോടും മലപ്പുറത്തും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളോടായിരുന്നു. കാരണം തിരുവിതാംകൂറിൽ നിന്നും തിരുകൊച്ചിയിൽ നിന്നും വ്യത്യസ്തമായി വെളിയങ്കോട് മുതൽ വഴിക്കടവ് വരെ വിശാലമായി നിൽക്കുന്ന ഈ കേരളത്തിന്റെ മലപ്പുറം ജില്ലയുടെ വിവിധങ്ങളായ പ്രദേശങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ മലപ്പുറം ജില്ല തുറന്നു കിടക്കുന്ന ഒരു ശ്മശാനം കിടക്കെ, തുറന്നു കിടക്കുന്ന ഒരു ഖബർസ്ഥാൻ കിടക്കെ ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. അതിന്റെ കാരണം ഈ നാട്ടിലെ മഹാന്മാരായിരുന്ന സ്വാതന്ത്ര്യ സമര പോരാളികൾ വെളിയങ്കോട് മർക്കാലിയുടെ മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ, ഫസൽ ബുക്കോയ തങ്ങളുടെ, വെളിയങ്കോട് മർക്കാലിയുടെ, അതുപോലെ തന്നെ വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദ് ആജി ഉൾപ്പെടെയുള്ള സമർധീര സമര പോരാളികളുടെ മണ്ണാണ് മലപ്പുറം എന്ന് പറയുന്നത്. ഇവിടെ കാക്കി യൂണിഫോം ഇട്ട് അണിനിറഞ്ഞിരിക്കുന്ന പോലീസുകാരോട് നിങ്ങളുടെ MSPയുടെ ചരിത്രം ഒന്ന് പഠിക്കണം. MSP എന്ന് പറയുന്ന മലബാർ സ്പെഷ്യൽ പോലീസിനെ ഇവിടെ വിനിയോഗിച്ചിട്ടുള്ളത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഞങ്ങളുടെ പ്രപിതാക്കന്മാരായിരുന്ന സ്വാതന്ത്ര്യ സമര പോരാളികൾ അടിച്ചെടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സന്നാഹമാണ് ഈ കാക്കിപ്പട്ടാളം എന്ന് പറയുന്നത്. ആ കൊളോണിയലിസത്തിന്റെ ഭരണകൂടത്തിന്റെ ചരിത്രം അവസാനിച്ചിട്ടും മലപ്പുറത്ത് നടക്കുന്ന ജനകീയ സമരങ്ങൾക്ക് നേരെ ആദാത്തിയും അതുപോലെ തന്നെ കാക്കിയും കാണിച്ച് ഭയപ്പെടുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ഉമ്മാക്കി കണ്ട് ഭയപ്പെട്ടു പോകുന്നവരല്ല ഫ്രട്ടേണിറ്റി മൂവ്മെന്റും അതുപോലെ തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥി യുവജനങ്ങളും എന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് ആമുഖമായി സൂചിപ്പിക്കുവാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഫ്രട്ടേണിറ്റി മൂവ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സൂചിപ്പിച്ചു, മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസപരമായ പുരോഗതി ആർജിച്ചു. വലിയ അർത്ഥത്തിൽ 80,000 അതുപോലെ തന്നെ 85,000 വരുന്ന വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. SSLCയുടെ റിസൾട്ട് വരുമ്പോ മലപ്പുറം ജില്ലയിലെ റിസൾട്ടിന്റെ ശതമാനം എന്ന് പറയുന്നത് 99% വരുന്ന വലിയ അർത്ഥത്തിലുള്ള വിജയം കൈവരിച്ചുകൊണ്ട് മലപ്പുറത്തുകാരൻ അവന്റെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഹയർ സെക്കൻഡറി മേഖലകളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുമ്പോ ഇവിടുത്തെ സർക്കാരുകൾ വളരെ വിദഗ്ധമായി കൊണ്ട്, നാട് ഭരിച്ച സർക്കാരുകൾ മലപ്പുറത്തോട് വിവേചനപരമായ ഒരു ഭീകരത കൊണ്ടു നടക്കുകയാണ്. തിരുവിതാംകൂറുകാരന്റെ അതുപോലെ തന്നെ തിരുകൊച്ചിക്കാരന്റെ പാലക്കാടിനപ്പുറത്തേക്കുള്ള ദക്ഷിണ കേരളത്തിന്റെ ജില്ലകളിലേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കാൻ, അവർക്ക് VHSകൾ അനുഭവിക്കാൻ, അവർക്ക് ഹയർ സെക്കൻഡറി ബാച്ചുകൾ അനുവദിക്കാൻ യാതൊരർത്ഥത്തിലുമുള്ള മടിയും കാണിക്കാത്ത മലബാർ ഇവിടുത്തെ
സർക്കാരും അതുപോലെ തന്നെ ഭരണകൂടവും മലബാറുകാരന്റെ ന്യായമായ ആവശ്യങ്ങൾ മലപ്പുറത്തുകാരെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്തെ ഒരു വിദ്യാർത്ഥിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് എടുത്ത് പഠിക്കാൻ സാധിക്കണമെങ്കിൽ മലപ്പുറം ജില്ലക്കകത്ത് 1500-ലധികം വരുന്ന ഹയർ സെക്കൻഡറി ബാച്ചുകൾ അനുവദിക്കേണ്ടതുണ്ട്. 850ഓളം വരുന്ന ഹയർ സെക്കൻഡറി ബാച്ചുകൾ മാത്രമാണ് മലപ്പുറം ജില്ലക്കകത്ത് നിലനിൽക്കുന്നത്. 746-ലധികം വരുന്ന ഹയർ സെക്കൻഡറി ബാച്ചുകളുടെ പരിമിതിയുള്ള ജില്ലയാണ് മലപ്പുറം എന്ന് പറയുന്നത്. ആ മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ വിവേചനത്തെ കുറിച്ച് പുരോഗതിയുടെ തടസ്സമായി നിൽക്കുന്ന ഈ ഹയർ സെക്കൻഡറി ബാച്ചിന്റെ പരിമിതിയെ കുറിച്ച് ഞങ്ങൾ പറയുമ്പോൾ അത് വർഗീയമായ വംശീയമായ പ്രാദേശികമായ വാദമാണ് എന്നാണ് ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് ഒരു ബ്രഹ്മണിക്കൽ ഇടതുപക്ഷം എന്ന് പറയുന്ന, അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ബ്രഹ്മണിക്കൽ മാർക്സിസം, അത് ഹിന്ദുത്വ മാർക്സിസം എന്ന് പറയുന്ന പുതിയ ഒരു രാഷ്ട്രീയ സംവിധാനം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തുകാരന്റെ ഉള്ളടക്കം വർഗീയമാണ് എന്ന് മലപ്പുറത്തുകാരൻ വിദ്യാഭ്യാസപരമായ വ്യാവസായികപരമായ അതുപോലെ തന്നെ അവന്റെ ഗതാഗതപരമായ ആരോഗ്യപരമായ മേഖലയിൽ ജീവൽപരമായ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മലപ്പുറത്തുകാരനെതിരെ വംശീയവും വർഗീയവുമായ ഈ അർത്ഥത്തിലുള്ള ആക്ഷേപം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഭരണകൂടവും അതുപോലെ തന്നെ CPIM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി തൊട്ട് അതുപോലെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ വരെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് ഇതിനപ്പുറത്തേക്ക് ഇവിടുത്തെ നായർ സമുദായത്തിന്റെ ഈഴവ സമുദായത്തിന്റെ അതുപോലെ തന്നെ ഇവിടുത്തെ കോട്ടയം ജില്ലയിലെ ഉന്നതരായിട്ടുള്ള ഇവിടുത്തെ സഭാപിതാക്കന്മാരും ഒക്കെ അവരുടെ ന്യായമായ ആവശ്യങ്ങളെ കുറിച്ച് പറയുമ്പോ, അവർക്ക് വിദ്യാഭ്യാസപരമായ പ്രതിസന്ധികളെ കുറിച്ച് പറയുമ്പോ, മലയോര കർഷകരുടെ പ്രതിസന്ധികളെ കുറിച്ച് പറയുമ്പോ, ജീവൽപരമായ പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോ അത് ക്രിസ്ത്യൻ സമുദായത്തിന്റെ സാമുദായികവാദമാണ് എന്ന് വംശീയവാദമാണ്, കോട്ടയത്തിന്റെയും ഇടുക്കിക്കാരന്റെയും പത്തനംതിട്ടക്കാരന്റെയും പ്രാദേശികവാദമാണ് എന്ന് ഒരു CPIM-ന്റെ നേതാവും ഇവിടെ പറയാറില്ല. നേരെ മറിച്ച് മലപ്പുറം ജില്ലയിൽ അഭിവന്ദനം ആദരണീയമായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തൊട്ട് ഇവിടുത്തെ സാമുദായിക നേതാക്കന്മാർ അതുപോലെ തന്നെ ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ പ്രതിസന്ധിയെ കുറിച്ച് പറയുമ്പോ അത് മലപ്പുറത്തുകാരന്റെ വർഗീയതയാണെന്ന് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ആ ഇടതുപക്ഷ ബ്രാഹ്മണസത്തെ ഹിന്ദുത്വ മാർക്സിസത്തെ കേരളത്തിന്റെ തെരുവുകളിൽ ചോദ്യം ചെയ്യാൻ തന്നെയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് മാത്രമാണ് ഇവിടെ പറയുവാനുള്ളത്. കൊണ്ട് ഈ സമരം ഇവിടെ അവസാനിക്കുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല, അതിവിടെ പോലീസുകാർ വിചാരിക്കേണ്ടതില്ല. ഈ പോലീസുകാരുടെ പിൻബലത്തിൽ 4 ചുറ്റ് കമ്പിയും വെച്ചുകൊണ്ട് ഈ സിവിൽ സ്റ്റേഷന് ഉള്ളിലിരിക്കുന്ന RDD എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട്. മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ അവകാശങ്ങളെ ഇവിടുത്തെ പാവപ്പെട്ട വിദ്യാർത്ഥികളെ ഒറ്റുകൊടുക്കുന്നതിൽ ഏറ്റവും വലിയ റോൾ നിർവഹിച്ചിട്ടുള്ളത് RDD-യുടെ ഓഫീസാണ് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും നിങ്ങൾക്ക് ഈ പോലീസും ഈ 4 ചുറ്റ് കമ്പിയും വെച്ചുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് ഈ നീതികേട് കാണിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല. മലപ്പുറം ജില്ലക്ക് മതിയായ ബാച്ചുകൾ ഈ വർഷവും അനുവദിച്ചിട്ടില്ല എങ്കിൽ RDD ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർ അവിടെ നിന്ന് പുറത്തിറങ്ങുന്നത് ഞങ്ങൾക്കൊന്ന് കാണാം എന്ന് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഈ സാഹചര്യത്തിൽ പറയുവാനുള്ളത്. കൊണ്ട് ഈ പ്രക്ഷോഭ റാലിയെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി, ഇതിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരണീയായ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജമീന ഇർഷാദിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാചകങ്ങൾ ഉപസംഹരിക്കുന്നു. ജയ് ഫ്രട്ടേണിറ്റി.